ഞാനിപ്പോൾ നിൽക്കുന്നത് റോസ്മലയിലാണ് കേട്ടോ. അപ്പോൾ മാമ്പഴത്തറയിൽ നിന്ന് നേരെ റോസ്മലയിലേക്ക് വരികയായിരുന്നു. അപ്പോൾ റോസ്മല വ്യൂ പോയിന്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ റോസ്മല എന്ന് പറയുന്നത് ഈ ശെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഒരു പാർട്ടാണ് കേട്ടോ. പിന്നെ നിയർ ബൈ നമുക്ക് ആര്യങ്കാവുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന വ്യൂ പോയിന്റിലാണ് കേട്ടോ. അപ്പോൾ ഈ വ്യൂ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പശ്ചിമഘട്ട മലനിരകളാണ്. അപ്പോൾ ഈ പശ്ചിമഘട്ട മലനിരകളും പിന്നീട് ഞങ്ങൾ ഈ നിൽക്കുന്ന ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ നടുക്കായിട്ട് കല്ലട ആറിൻ്റെയും കല്ലട ഡാമിൻ്റെയും ഒരു വ്യൂ ഇവിടെ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ പേര് വരുന്നുണ്ട്. 83 ആണ് അഡൽറ്റിന് വരുന്ന ചാർജ് എന്ന് പറയുന്നത്. റോസ്മല എന്ന് പറയുന്നത് ഈ റോസിൻ്റെ മീനിങ് അല്ലെങ്കിൽ റോസ് എന്തുകൊണ്ട് റോസ് എന്ന് പറയുന്ന ഒരു പേര് വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നോക്കുന്ന ഒരു വ്യൂ, ആ ഒരു വ്യൂവിൽ റോസാപ്പൂവിൻ്റെ ഇതളുകൾ പോലെ നമുക്ക് ഓരോ പാർട്ട് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പറയുന്ന തെമ്മല ഡാമിൻ്റെ ആ ഒരു കല്ലറ ഡാമിൻ്റെ ആ ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ അതായത് ഈ റോസിൻ്റെ ഇതളുകൾ പോലെയുള്ള, അതുകൊണ്ടാണ് റോസ് മല എന്ന പേര് ഇതിന് വരാനായിട്ടുള്ള കാരണം. അപ്പോൾ എല്ലാവരും വരിക, ഫാമിലിയായിട്ടും അല്ലാതെയൊക്കെ വരിക. അപ്പോൾ എൻജോയ് ചെയ്യുക. രാവിലെ ഇറങ്ങിയിട്ട് ആദ്യം മാമ്പഴത്തറ, പിന്നീട് അമ്പനാട് എസ്റ്റേറ്റ്, ശേഷം റോസ്മല. ഇത് തിരിച്ചും യാത്ര ചെയ്യാവുന്നതാണ്. റോസ്മലയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുന്നതാണ്. എല്ലാവരും വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക.